അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയും മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനത്തോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ അഗ്രാഹ്യമായ ശക്തിയാൽ ഞങ്ങളെ ഉണർവുള്ളവരാക്കണമേ. അങ്ങയുടെ പരിപാലനത്തിലുള്ള പ്രത്യാശയിൽ ഞങ്ങളെ ഉറപ്പിക്കുകയും അങ്ങയുടെ ശക്തമായ കരത്താൽ ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ അങ്ങയുടെ കൃപാവരത്താൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവിനെ ഭയപ്പെടുന്നവനും പ്രമാണങ്ങളിൽ ശ്രദ്ധയുള്ളവനും ഭാഗ്യവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിനെ ഭയപ്പെടുന്നവനും പ്രമാണങ്ങളിൽ ശ്രദ്ധയുള്ളവനും ഭാഗ്യവാൻ. അവന്റെ സന്തതി ഭൂമി പ്രബലനാകും. നീതിനിഷ്ഠരുടെ തലമുറയിൽ അനുഗ്രഹീതരും. ഭവനത്തിൽ സമ്പത്തും ഐശ്വര്യവും വർദ്ധിക്കും. അവന്റെ നീതി എന്നും നിലനിൽക്കും. നേരുള്ളവർക്ക് ഇരുളിൽ പ്രകാശം ഉദിച്ചു. നീതിനിഷ്ഠരോട് അവിടുന്ന് കരുണ കാണിക്കുന്നു. അനുകമ്പ തോന്നി വായ്പ നൽകുന്നവരും ആലോചന പൂർവ്വം ന്യായവാദം നടത്തുന്നവരും നല്ലവനാകുന്നു. അവനൊരു നാളും വിളകുകയില്ല. നീതിമാന്റെ സ്മരണ എന്നേക്കും നിലനിൽക്കും. അപകീർത്തി അവൻ ഭയപ്പെടുകയില്ല. അവന്റെ ഹൃദയം അചഞ്ചലമാണ്. അത് ദൈവത്തിന് ആശ്രയിക്കുന്നു. ശത്രുക്കളെ കാണുമ്പോഴും അവൻ ദൃഢചിത്തനാണ്. അവൻ ഭയപ്പെടുന്നില്ല. അവൻ നിർദ്ധനർക്ക് ഉദാരമായി കൊടുക്കുന്നു. അവന്റെ നീതി നിത്യം നിലനിൽക്കുന്നു. അവന്റെ കൊമ്പ് മഹത്വപൂർവ്വം ഉയർത്തപ്പെടും. ദുഷ്കർമ്മികൾ അത് കണ്ട് കോപിക്കും. അവർ പല്ലുറുമുകയും ശോഭിക്കുകയും ചെയ്യും. ദുഷ്ടരുടെ മോഹം നിഷ്ഫലമാകും. കർത്താവിന്റെ ദാസരെ അവിടുത്തെ സ്തുതിക്കുവേ. തിരുനാമം പ്രകീർത്തിക്കുവേ. കർത്താവിന്റെ നാമം അനാദി മുതൽ എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. സൂര്യോദയം മുതൽ അസ്തമയം വരെ അവിടുത്തെ നാമം പുകഴ്ത്തപ്പെടട്ടെ. കർത്താവ് സർവ്വജനങ്ങളിലും ഉന്നതനാകുന്നു. അവിടുത്തെ മഹത്വം ആകാശങ്ങൾക്ക് അതീതമാകുന്നു. നമ്മുടെ ദൈവമായ കർത്താവിന് തുല്യനായ ആരുണ്ട്? അവിടുന്ന് ഉന്നതത്തിലിരുന്ന് ആകാശവും ഭൂമിയും ആഴവും കാണുന്നു. ജലപ്രമാണങ്ങളോടൊപ്പം ഇരുത്താൻ നിർദ്ധനെ എളിയ സ്ഥിതിയിൽ നിന്ന് ഉയർത്തുന്നു. വന്ധ്യയ്ക്ക് സന്താന ഭാഗ്യം നൽകുകയും സന്തുഷ്ടയാക്കി വീട്ടിൽ പാർപ്പിക്കുകയും ചെയ്യുന്നു.
ഇസ്രായേൽ മിസ്രയീമിൽ നിന്നിറങ്ങി യാക്കോബിന്റെ മക്കൾ അന്യദേശത്തു നിന്ന് പുറപ്പെട്ടു. അങ്ങയുടെ ജ്ഞാനത്തിന്റെ ചെയ്തികളിൽ ഞാൻ അത്ഭുതപ്പെടുന്നു, തിരുനാമം പുകഴ്ത്തുന്നു. അപ്പോൾ യൂദ അവിടുത്തെ വിശുദ്ധ സ്ഥലവും ഇസ്രായേൽ അവിടുത്തെ മഹത്വമായി തീർന്നു. അത് കണ്ട് കടലോടിയകന്നു, യോർദാൻ നദി പിന്തിരിഞ്ഞു. മലകൾ കലമാനുകളെ പോലെയും കുന്നുകൾ കുഞ്ഞാടുകളെ പോലെയും തുള്ളിച്ചാടി. സമുദ്രമേ നീ എന്തിന് ഓടിയകന്ന്, യോർദാനെ നീ എന്തിന് പിന്തിരിഞ്ഞു. മലകളെ നിങ്ങൾ കലമാനുകളെ പോലെയും കുന്നുകളെ നിങ്ങൾ കുഞ്ഞാടുകളെ പോലെയും എന്തിന് തുള്ളിച്ചാടി. കർത്താവിന്റെ തിരുസവിധത്തെ യാക്കോബിന്റെ ദൈവസന്നിധിയെ ഭൂതലം നിലകൊള്ളട്ടെ. അവിടുന്ന് പാറയെ ജലാശയമാക്കി, കരിങ്കല്ലിനെ നീരുറവയാക്കി. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, അവിടുത്തെ കൃപയും സത്യവും മൂലം തിരുനാമത്തിന് മഹത്വം നൽകണമേ. അവരുടെ ദൈവം എവിടെയെന്ന് ജനതകൾ ചോദിക്കാതിരിക്കട്ടെ. ഞങ്ങളുടെ ദൈവം സ്വർഗത്തിലാണ്, ഇഷ്ടമുള്ളതെല്ലാം അവിടുന്ന് ചെയ്യുന്നു. ജനതകളുടെ വിഗ്രഹങ്ങൾ പൊന്നും വെള്ളിയുമാണ്, അവ മനുഷ്യനിർമ്മിതങ്ങളുമാണ്. വായുണ്ടെങ്കിലും അവ മിണ്ടുന്നില്ല, കണ്ണുകളുണ്ടെങ്കിലും കാണുന്നില്ല, കാതുകളുണ്ടെങ്കിലും അവ കേൾക്കുന്നില്ല, മൂക്കുണ്ടെങ്കിലും ഗന്ധം അറിയുന്നില്ല. കരം കൊണ്ട് അവ സ്പർശിക്കുന്നില്ല, കാലുകൊണ്ട് നടക്കുന്നില്ല, അധരം കൊണ്ട് സംസാരിക്കുന്നില്ല. അവ നിർമ്മിക്കുന്നവർ അവയെ പോലെയാണ്, അവയിൽ ആശ്രയിക്കുന്നവരും അവയ്ക്ക് തുല്യരാണ്. ഇസ്രായേൽ ഭവനം കർത്താവിൽ ആശ്രയിച്ചിരിക്കുന്നതിനാൽ അവിടുന്നാണ് അവരുടെ സഹായകനും സംരക്ഷകനും. അഹ്റോൻ വംശം കർത്താവിൽ ആശ്രയിച്ചിരിക്കുന്നതിനാൽ അവിടുന്നാണ് അവരുടെ സഹായകനും സംരക്ഷകനും. കർത്താവിനെ ഭയപ്പെടുന്നവർ അവിടുന്ന് ആശ്രയിച്ചിരിക്കുന്നതിനാൽ അവിടുന്നാണ് അവരുടെ സഹായകനും സംരക്ഷകനും. കർത്താവിനെ നമ്മെ സ്മരിക്കുന്നു, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുന്നു. കർത്താവ് ഇസ്രായേൽ ഭവനത്തെ അനുഗ്രഹിക്കുക, അഹ്റോൻ ഭവനത്തെ ആശീർവദിക്കുക. തന്റെ ഭക്തരെ അവിടുന്ന് അനുഗ്രഹിക്കും, ചെറിയവരെയും വലിയവരെയും അനുഗ്രഹിക്കും. നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും കർത്താവ് വർദ്ധിപ്പിക്കട്ടെ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആകാശമണ്ഡലം കർത്താവിൻ്റെതാകുന്നു, ഭൂമി അവിടുന്ന് മനുഷ്യർക്കായി നൽകി. മൃതരമിരുടെ നിവാസികള് കർത്താവിനെ സ്തുതിക്കുന്നില്ല. ഞങ്ങളാകട്ടെ എന്നും എന്നേക്കും കർത്താവിനെ പ്രകീർത്തിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങേ പ്രസാദിപ്പിക്കട്ടെ. അങ്ങയുടെ അനന്തകാരുണ്യത്താൽ ഞങ്ങളുടെ യാചനകൾക്ക് എല്ലായ്പ്പോഴും ഉത്തരമരുളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. ഞങ്ങളിതിൻ്റെ സാക്ഷികളാകുന്നു. കർത്താവിൻ തിരുവുത്ഥാനം മാലാഖമാർ ഘോഷിച്ചു, മറിയം കണ്ടതു ദൂതന്മാർ ഇതുവരെ മാത്രമതെന്നാളും. ദൂതഗണങ്ങൾ സകലരുമാ ഉത്ഥാനത്തിൻ സാക്ഷികളാ. ദൈവദൂതന്മാർ വന്നവനെ ശുശ്രൂഷിച്ചു. ഉദ്ധിതനീശോമിശിഹാതൻ ദിവ്യരഹസ്യം ഘോഷിക്കും. ദൈവാലയ ബലിവേദികയിൽ സ്വർഗം താണു വസിക്കുന്നു. ഭയഭക്തിയോടെ ദൂതന്മാർ ദിവ്യരഹസ്യം വീക്ഷിപ്പു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബലിപീഠത്തിനു ചുറ്റുമതാ നിലകൊള്ളുന്നു ദൂതന്മാർ. മിശിഹാനാഥനു പ്രിയരെല്ലാം ഉൾക്കണ്ണാലതു
ചിന്തയിലുഴലുന്നോ കിന്നും ദുർഗ്രഹമീ സത്യം. കരുണാനിധിയാം കർത്താവേ, നിൻ ജനതതിയിൽ കനിയണമേ. കാക്കണമേ നിന്നവകാശം, ശത്രുഗണത്തിൻ ദ്രോഹങ്ങൾ കാണുന്നവനെ സദയം നിൻ കൃപ നീവരിൽ ചൊരിയണമേ. നിന്നുടെ കൃപയും നന്മകളും ഏറ്റുപറഞ്ഞതിമോഹരമാം സ്തുതിഗീതങ്ങൾ പാടിയിടാൻ പരിപാലനമാം കോട്ടകളാൽ ദാസരി നിതരാം കാക്കണമേ. കരുണാമയനാം കർത്താവേ, ഭരണാധിപരും വൈദികരും ശാന്തിയിലൊന്നായി പുലരട്ടെ. സ്നേഹത്തിൽ നിലനിൽക്കട്ടെ. ആയോധനവും ശത്രുതയും ഭൂവിൽ നിന്നൊഴിവാകട്ടെ. ഒരുമയോടങ്ങൈ വാഴ്ത്തിടാൻ. കർത്താവീശോ മിശിഹായേ, നിന്നെ വഹിച്ചൊരു മാതാവിൻ പ്രാർത്ഥനയാലെ കനിവോടെ തിന്മകളാലെ കലുഷിതമാ ഭൂവിൽ ശാന്തി വിതയ്ക്കണമേ. ഞങ്ങളെ നിർമ്മലരാക്കണമേ. ഭാരതഭൂവിൽ സ്ലീഹായാം മാർത്തോമായി ഞങ്ങൾക്കായി നാഥനുടർത്തന ചെയ്യണമേ. നിന്നോടൊപ്പം സുതരെല്ലാം ദത്തവകാശം സ്വർഗത്തിൽ നേടാനർഹത കൈവരുവാൻ. ഈശോനാഥ നിൻ പ്രിയരാം ദിവ്യന്മാരും സാക്ഷികളും സ്നേഹന്മാരും പ്രേക്ഷിതരും മൽപ്പാന്മാരും നീതിയഴും ധന്യരുമെന്നും ഞങ്ങൾക്കായി യാചിക്കട്ടെ കരുണയ്ക്കായി. സത്കർമ്മികളാം സകലർക്കും പ്രതിഫലമേകും സുദിനത്തിൽ നിൻ പ്രിയരൊപ്പം ചേർന്നിടാൻ അവരോടൊപ്പം സമ്മാനം കൈക്കൊണ്ടിടാൻ സ്തുതി പാടാൻ യോഗ്യത ഞങ്ങൾക്കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മാലാഖമാർ അങ്ങയെ സ്തുതിക്കുകയും മനുഷ്യരങ്ങയെ പുകഴ്ത്തുകയും സൃഷ്ടികളെല്ലാം അങ്ങയെ ആരാധിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. പൗലോസ്ലീഹ കൊളോസസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങൾ. ഭക്ഷണപാനീയങ്ങളുടെ കാര്യത്തിൽ ആരും നിങ്ങളെ കുറ്റപ്പെടുത്താതിരിക്കട്ടെ. അതുപോലെ തന്നെ ഉത്സവങ്ങളുടെയും അമാവാസിയുടെയും സാപത്തിൻ്റെയും ആചരണത്തിലും ഇവയെല്ലാം വരാനിരിക്കുന്നവൻ്റെ വെറും പ്രതിച്ഛായകൾ മാത്രം. യാഥാർത്ഥ്യമാകട്ടെ ക്രിസ്തുവും. മായാദർശനങ്ങൾ വിശകലനം ചെയ്തുകൊണ്ട് കപടവിനയത്തിലും ദൈവദൂതന്മാരുടെ ആരാധനയിലും ആഭിമുഖ്യം കാണിക്കുന്ന ആളുകൾ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. അവർ ഭോഗാലാലസമായ മനസ്സോടുകൂടി വ്യർത്ഥമായി അഹങ്കരിക്കുന്നവരത്രേ. അവർ ശിരസിനോട് ഗാഠബന്ധം പുലർത്തുന്നില്ല. ശരീരം മുഴുവൻ സന്ധിബന്ധങ്ങളാലും സിരകളാലും പരിപുഷ്ടമാക്കപ്പെട്ടും കൂട്ടിയിണക്കപ്പെട്ടും ദൈവഹിതാനുസരണം പൂർണ്ണ വളർച്ച പ്രാപിക്കുന്നത് ഈ ശിരസിൽ നിന്നാണല്ലോ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ശ്രദ്ധയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സർവശക്തനും നിത്യനും ഉന്നതങ്ങളിൽ വസിക്കുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. തന്നെ സ്നേഹിക്കുന്നവർക്കായി എല്ലാ നന്മകളും വിശ്വസ്തനായ അബ്രാഹാം വഴി വാഗ്ദാനം ചെയ്യുകയും തന്റെ പ്രിയപുത്രനിലൂടെ സ്വയം വെളിപ്പെടുത്തുകയും ചെയ്ത അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. തിന്മയുടെ ഇരുളിൽ കഴിയുന്നവരെല്ലാം സത്യത്തിന്റെ വെളിച്ചത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവരായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഏക സൃഷ്ടാവും സൃഷ്ടികളുടെ എല്ലാം
പരിപാലകനും ഉജ്ജ്വല പ്രകാശത്തിൽ വസിക്കുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവന്റെ നല്ലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാലയോ പാപ്പായെ, ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പോലീത്തായെ, ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ തോമസ് മെത്രാപ്പോലീത്തായെ, ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ ജോസഫ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. എല്ലാറ്റിനെയും കൃപാപൂർവ്വം ഭരിക്കുന്ന കാരുണ്യവാനായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സ്വർഗത്തെ സ്തുതിക്കപ്പെടുന്നവനും ഭൂമിയിൽ ആരാധിക്കപ്പെടുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ കർത്താവായ മിശിഹായേ, നിന്റെ രണ്ടാമത്തെ വരവിൽ ഞങ്ങളെ വിജയശ്രീലാളിതരാക്കുകയും നിന്റെ വിലയേറിയ രക്തത്താൽ നീ വീണ്ടെടുത്ത സഭയ്ക്ക് ശാന്തി പ്രദാനം ചെയ്യുകയും ഞങ്ങളുടെ മേൽ കരുണയായിരിക്കുകയും ചെയ്യണമേ. ആമേൻ. കാരുണ്യവാനായ കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് ചെയ്ത എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിചാരത്താലോ വാക്കാലോ പ്രവർത്തിയാലോ ഉപേക്ഷയാലോ ഞങ്ങൾ ചെയ്ത പാപങ്ങളെല്ലാം ഞങ്ങളോട് പൊറുക്കുകയും അങ്ങയുടെ തൃക്കരങ്ങൾ നീട്ടി മക്കളായ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്ക്